യെസ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ മുഫീദ. മക്കളെ, അങ്ങനെ നമ്മൾ 9ാം ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ് അല്ലെ. 9ൽ എത്തിയപ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്താ നമ്മൾ മനസ്സിലാക്കിയത്? 8ാം ക്ലാസ് എന്ത് സിമ്പിൾ ആയിരുന്നു അല്ലെ. കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് പഠിക്കാണ്ടെന്നുള്ളൂ. എന്ത് രസമുള്ള ചാപ്റ്റേഴ്സ് ആയിരുന്നു അതിലൊക്കെ. പക്ഷെ ഇപ്പൊ അങ്ങനെയാണോ? അല്ല, നമ്മളിപ്പോ കണ്ടന്റിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലാണ് അല്ലെ. ഫിസിക്സിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവാണ്. മാത്സിലാണെങ്കിലും കുറെ കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വന്നു അല്ലെ. പക്ഷെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക, 1 മുതൽ 10ാം ക്ലാസ് വരെ നമ്മൾ പഠിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ടഫായിട്ടുള്ള സിലബസ് കവർ ചെയ്യുന്ന ഒരു ക്ലാസ് അത് 9ാം ക്ലാസ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നത് കേട്ടോ. നമ്മൾ ഫിസിക്സിലെ 2ാമത്തെ ചാപ്റ്റർ ഒക്കെ നിങ്ങൾ ഇങ്ങനെ പഠിക്കുമ്പോഴേ നിങ്ങൾക്ക് അത് ശരിക്കും മനസ്സിലാവും. ശരിക്കും ഫിസിക്സ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ 9ാം ക്ലാസ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് തോന്നിപ്പോവും. പക്ഷെ കുഴപ്പമില്ല, പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്കത് ശീലമായിക്കോളും. പക്ഷെ നിങ്ങൾക്ക് അല്ലെ നമ്മൾ പഠിപ്പിച്ചു തരും, നിങ്ങൾ മര്യാദക്ക് പഠിച്ചിട്ട് പോയാൽ മാത്രം മതി കേട്ടോ. അപ്പൊ ഈ ഒരു ചോദ്യം നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനെ ഒരു ചിത്രം തരാതെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഉണ്ടാവില്ല. ഉറപ്പുള്ള ചോദ്യമാണ് ഇങ്ങനെ ഒരു ചോദ്യം. അതായത് ലൈറ്റ് ഇങ്ങനെ വരും. ഇത് ലൈറ്റ് ആട്ടോ, ഈ പച്ചക്കളറ് ലൈറ്റ് ഇങ്ങനെ വന്നിട്ട് ലൈറ്റ് ഇങ്ങനെ പോവോ, അതോ ലൈറ്റ് ഇങ്ങനെ പോവോ, ലൈറ്റ് ഇങ്ങനെ പോവോ, ലൈറ്റ് ഇങ്ങനെ, അങ്ങനെ പല ചോദ്യങ്ങൾ ചോദിക്കും. ലൈറ്റ് ദാ ഇങ്ങനെ പോവോ? ഇങ്ങനെ ഒരിക്കലും പോവില്ല അല്ലെ. കാരണം എന്താണ്? ലൈറ്റിന് ഒരു ബെൻഡിങ് സംഭവിക്കും. എങ്ങനെയാ ലൈറ്റിന് ബെൻഡിങ് സംഭവിക്കുക? എന്തുകൊണ്ടാണ്? നമുക്കറിയാം, ഇവിടെ വായു എയർ ആണ്, ഇവിടെ വെള്ളമാണ് അല്ലെ. ലൈറ്റിന് വായുവിൽ പോകുന്ന അത്ര ഈസി ആയിട്ട് വെള്ളത്തിൽ കൂടി പോകാൻ പറ്റൂല. നമുക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാനിപ്പോ എന്റെ ചുറ്റും എന്താണ്? എയർ ആണ് അല്ലെ. എയറിലൂടെ എനിക്ക് ഓടാനും ചാടാനും എന്ത് വേണമെങ്കിലും എനിക്ക് ഭയങ്കര സ്പീഡായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതേപോലെ ഞാനൊരു കുളത്തിൽ ഇറങ്ങിയിട്ട് എനിക്ക് അതിലിരുന്ന് ഇങ്ങനെ ഓടാൻ പറ്റൂല. വെള്ളത്തിൽ മൂവ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ഇത്രയൊക്കെ വെള്ളമുള്ള ഇതിലിങ്ങനെ നടന്നു നോക്കിക്കോണം, ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. നമുക്ക് ഇത്ര സ്പീഡിൽ ഓടാൻ പറ്റുമോ? പറ്റില്ല. നമുക്ക് തന്നെ സ്പീഡിൽ കുറെ വ്യത്യാസങ്ങളുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് ലൈറ്റിന് ഓരോ മീഡിയത്തിലും ഓരോരോ സ്പീഡാ. അപ്പൊ സ്പീഡിനനുസരിച്ച് ഇതിൽ എന്ത് സംഭവിക്കും? ബെൻഡിങ് സംഭവിക്കും. നമ്മൾ വിചാരിച്ചു ലൈറ്റിന് ഇങ്ങനെ ഈസി ആയിട്ട് പോകാൻ പറ്റുമോ? പറ്റൂല. ലൈറ്റിന് അങ്ങനെ പോകാൻ കഴിയൂല. ബിക്കോസ് ഇതില് മീഡിയത്തിൽ വരുന്ന വ്യത്യാസമാണ് കാരണം. ഓരോ മീഡിയത്തിലും എന്തൊക്കെയാണ് നടക്കുന്നത്, എന്താണ് അതിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ നമുക്ക് ഭയങ്കര ഈസിയാണ്. പക്ഷെ നിങ്ങളുടെ ഭാഗ്യത്തിന് നിങ്ങൾക്ക് ആകെ കുറച്ച് മീഡിയംസ് മാത്രമാണ് മര്യാദക്ക് പഠിക്കാനുള്ളത്. ഡയമണ്ട്, ഗ്ലാസ്, വെള്ളം, വായു. ഡെഗ്ലാവേ വാ എന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഡെഗ്ലാവേ വാ നമ്മളോട് വിളിക്കൂലേ, മുഫീദ വാ എന്നൊക്കെ പറയും. ഡെഗ്ലാവേ വാ, പണ്ടത്തെ ഒരു ഫാഷൻ പേരാണ് ഡെഗ്ലാവ്. ഓക്കെ. അപ്പൊ ഡയമണ്ട്, ഗ്ലാസ്, വെള്ളം, വായു. ഒറ്റ കാര്യം മനസ്സിലാക്കുക, ഒപ്റ്റിക്കൽ ഡെൻസിറ്റിന്റെ ഓർഡറിലാണ് ഞാനിപ്പോൾ എഴുതിയിരിക്കുന്നത്. ഡയമണ്ടിനാണ് ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത്, ഡയമണ്ട്. പിന്നെ ഗ്ലാസ്, പിന്നെ വാട്ടർ, പിന്നെ എയർ കേട്ടോ. വായു എന്ന് എഴുതിയിട്ടുള്ള എയർ ആണ്. ഓക്കെ. ഏറ്റവും കൂടുതൽ ആർക്കാ ചോദിച്ചാൽ ഡയമണ്ടിന്, പിന്നെ ഗ്ലാസ്, പിന്നെ വാട്ടർ, പിന്നെ എയർ. സ്പീഡ് നേരെ ഓപ്പോസിറ്റ് ആട്ടോ. ലൈറ്റിന് ഏറ്റവും കൂടുതൽ സ്പീഡ് ഉണ്ടാവുക എയറിനാണ്, പിന്നെ വാട്ടറിൽ, പിന്നെ ഗ്ലാസ്സിൽ, പിന്നെ ഡയമണ്ടിൽ. ഡയമണ്ടിലൊക്കെ ലൈറ്റിന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒറ്റ കാര്യം മനസ്സിലാക്കുക, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, പ്രകാശ സാന്ദ്രത എന്ന് നമ്മൾ പറയും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാല് സ്പീഡ് എന്ത് ചെയ്യും? കുറയും. അതായത് ഡെൻസിറ്റി കൂടാ മീൻസ് അവിടെ കുറേ അല്ലെ പാർട്ടിക്കിൾസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു ബസ് കയറി, ബസ്സിൽ ആൾക്കാരൊന്നുമില്ല, നമുക്ക് ഈസി ആയിട്ട് ബസ്സിൽ ബാക്ക് സീറ്റിലോ ഫ്രണ്ട് സീറ്റിലോ എവിടെ വേണമെങ്കിലും പോയിരിക്കുക അല്ലെ. എന്നാൽ ബസ്സിൽ നമ്മൾ കയറുമ്പോഴേക്ക് ഇഷ്ടംപോലെ കുട്ടികളിൽ കുത്തി നിറച്ച് കയറിയിരിക്കണം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടി ബാക്കൊക്കെ മുന്നേക്ക് എവിടെയെങ്കിലും സീറ്റ് ഉണ്ടെങ്കിൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുപോലെയാണ് ലൈറ്റിനും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിക്കഴിഞ്ഞാല് ലൈറ്റിന് സ്പീഡ് വളരെ കുറയും. ഓക്കെ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയത് ഡയമണ്ടിലാണെങ്കിൽ ലൈറ്റിന് സ്പീഡ് കുറവായിരിക്കും അല്ലെ. അങ്ങനെ ആ ഒരു ഓർഡർ മനസ്സിലാക്കുക. അപ്പൊ ലൈറ്റിന്റെ ഈ ഒരു പ്രോപ്പർട്ടി കാരണം, അതായത് സ്പീഡിന്റെ ഈ ഒരു വ്യത്യാസം കാരണം നമ്മൾ ചിത്രം വരക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്കറിയാം ഇങ്ങനെ ഒരിക്കലും ലൈറ്റ് പോകില്ല. അപ്പൊ ഞാൻ വിചാരിക്കണം ഇങ്ങനെ പോയിക്കോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ, അങ്ങനെ വിചാരിക്കാൻ പറ്റൂല. അതിനൊരു റൂൾ ഉണ്ട്. ആ റൂളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മര്യാദക്ക് ശ്രദ്ധിക്കുക. എയർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഓർഡർ അറിയാലോ. ഒപ്റ്റിക്കൽ ഡെൻസിറ്റിന്റെ ഓർഡർ അറിയാം. ഡയമണ്ടിന് ഏറ്റവും കൂടുതൽ, പിന്നെ ഗ്ലാസ്, പിന്നെ വെള്ളം, പിന്നെ വായു. ഓക്കെ. അപ്പൊ കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് വരുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡയമണ്ട് നിന്ന് വെള്ളം എയറിലേക്ക് വരുമ്പോൾ ലൈറ്റ് എന്നാ സംഭവിക്കുക എന്ന് ചോദിക്കും. പിന്നെ അടുത്ത ചോദ്യമാണ്, വെള്ളത്തിൽ നിന്ന് ഡയമണ്ട് ഒക്കെ പോകുമ്പോൾ എന്താ, അങ്ങനെ ചോദിക്കും, തിരിച്ചു മറിച്ചൊക്കെ. അപ്പൊ നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാം. സോ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു എക്സാമ്പിളിലൂടെ നമുക്കിത് പഠിക്കാം കേട്ടോ. പണ്ടൊക്കെ ഇന്നൊക്കെ എൻ്റെ ടീച്ചർ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടാണ് പഠിപ്പിച്ചത് കേട്ടോ. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു +2 ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ
അതെന്തായി, അത് പൊട്ടിപ്പോയി എന്ന് വിചാരിച്ചോ. ജസ്റ്റ് ഇമാജിൻ ചെയ്യാം കേട്ടോ, പൊട്ടൊന്നുമില്ല, നിങ്ങൾക്ക് അടിപൊളിയല്ലേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഭയങ്കര ഉള്ളതൊക്കെ വിറ്റ് പെറുക്കിയിട്ട് നിങ്ങൾ ബിസിനസ് കിട്ടത്. പക്ഷെ ബിസിനസ് പൊട്ടിപ്പോൾ നിങ്ങൾ എന്തായി, ഭയങ്കര പാവപ്പെട്ട ഒരാളായി കേട്ടോ, ഭയങ്കര പാവപ്പെട്ട ഒരാളായി. അപ്പോൾ ആരെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരുമോ? ആരും വരില്ല. പിന്നീട് എന്ത് ചെയ്യാണ്, നിങ്ങൾ വീണ്ടും ബിസിനസ് ചെയ്ത് നിങ്ങൾ ഭയങ്കര അടിപൊളിയായി കേട്ടോ, കുറേ ബംഗ്ലാവ്, കുറേ കാറ്, റോൾസ് റോയ്സ്, ബെൻസ്, BMW, അങ്ങനെ ഇഷ്ടം പോലെ കാറുകൾ, അങ്ങനെ നിങ്ങൾ ഭയങ്കര റിച്ച് ആയിട്ടോ. പാവമായിരുന്നു നിങ്ങൾ, ഭയങ്കര പാവമായിരുന്നു, അതായത് ഭയങ്കര കുറവുള്ള അല്ലെ, പൈസ ഭയങ്കര കുറവുള്ള ഒരാളായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യാണ്, ഒരു ബിസിനസ് ഒക്കെ ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ട് അല്ലേ, നിങ്ങൾ എന്താണ്, സൂപ്പർ ഒരു വുമൺ ആയിട്ട് മാറണം, അല്ലെങ്കിൽ സൂപ്പർ ഒരു മാൻ ആയിട്ട് മാറണം. ഓക്കെ, സ്വർണ്ണ പല്ല് വരെ നിങ്ങൾ വെക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് അടിപൊളിയാവാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്താവാണ്, നിങ്ങൾ ഭയങ്കര റിച്ച് ആയിട്ടൊരു മനുഷ്യനാവാണ്. അപ്പം നിങ്ങളെ കുടുംബക്കാരും കൂട്ടുകാരും അത്രയും നേരം മൈൻഡില്ലാത്ത കുറേ ആൾക്കാരുണ്ടാവും അല്ലേ, എല്ലാവരും എന്ത് ചെയ്യും, നിങ്ങൾ അടുത്തേക്ക് വരും അല്ലേ, അടുത്തേക്ക് വരും. അപ്പോൾ കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് പോകുമ്പോൾ എല്ലാവരും നിങ്ങളുടെ അടുത്തേക്ക് വരും. ഇനി തിരിച്ച് നിങ്ങൾ ബിസിനസ് ചെയ്ത് ഭയങ്കര അഹങ്കാരിയായിട്ട് മാറിയെന്ന് വിചാരിച്ചു. അങ്ങനെ ആവാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, കുറേ എന്തൊക്കെയോ അല്ലെ, കുറേ കാട്ടിക്കൂട്ടൊക്കെ ചെയ്തപ്പോൾ ലാസ്റ്റ് ബിസിനസ് 6 നിലയിൽ പൊട്ടിയെന്ന് വിചാരിച്ചു. പൊട്ടിയപ്പോൾ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യും, വല്ലതും അല്ലെ, നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യാണ്, തിരിച്ച് പാവപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ കൂടിയതിൽ നിന്ന് നിങ്ങൾ കുറഞ്ഞതിലേക്ക് പോവാണ്. നിങ്ങൾ ഭയങ്കര പാവപ്പെട്ടവനായി. അപ്പോൾ നിങ്ങളപ്പോൾ ഉള്ള കുറേ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും, നിങ്ങളെ കൊണ്ട് നന്നായ കുറേ ആൾക്കാരുണ്ടാവും. ഓലൊക്കെ എന്തെങ്കിലും കുടുംബക്കാരാണെങ്കിലും ഓലൊക്കെ നിങ്ങളുടെ അടുത്ത് പോവും, എന്നെ കൊണ്ട് എന്തിനാ പറ്റാന്ന് ചോദിച്ചിട്ട് ഓല അങ്ങോട്ട് അകന്ന് പോവും. അപ്പോൾ കൂടിയതിൽ നിന്നും നിങ്ങൾ കുറഞ്ഞവനാവുകയാണെങ്കിൽ, അതായത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആളും ഭയങ്കര പാവപ്പെട്ട ആളാവുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, കുടുംബക്കാരൊക്കെ നമ്മളിൽ നിന്നും അകന്നു പോകും. ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം. കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് വരുമ്പോൾ അല്ലെ, റിച്ച് ടു പുവർ ആണെങ്കിൽ എല്ലാവരും അകന്നു പോകും. കാരണം നമ്മളെ സഹായിക്കേണ്ടി വരുന്നവർക്ക് പേടിയാ പോലൊക്കെ പോകും. ഇനി നിങ്ങൾ ഭയങ്കര പൈസക്കാരനാവണമെങ്കിൽ എല്ലാവരും നിങ്ങളുടെ അടുത്തേക്ക് വരും അല്ലെ. അപ്പൊ ആ ഒരു കാര്യം എല്ലാവരുടെ അടുത്തിലും ഓർമ്മ വേണം. സോ അങ്ങനെയാണെങ്കിൽ എയറിൽ നിന്നും വാട്ടറിലേക്ക്, അതായത് എയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവുള്ള ആളാണ് അല്ലെ, എയർ കുറവാണ്. വാട്ടർ അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇയാൾക്ക് കൂടുതലുള്ളതാണ്. ഓക്കെ, അതായത് നിങ്ങൾ പുവർ ആണ് വിചാരിച്ചോളൂ. പുവർ എന്താവാണ്, നിങ്ങൾ ഭയങ്കര പൈസക്കാരനാവാണ്, റിച്ച് ആവാണ്. നിങ്ങൾ റിച്ച് ആവുമ്പോൾ എല്ലാവരും നിങ്ങളുടെ അടുത്തേക്ക് വരികയാണോ, അടുത്തേക്ക് ദൂരമൊക്കെ പോവുകയാണോ ചെയ്യുക, എല്ലാവരും നിങ്ങളുടെ അടുത്തേക്ക് വരും അല്ലേ, എല്ലാവരും നിങ്ങളുടെ അടുത്തേക്ക് വരും. അതായത് എയറിൽ നിന്നും വാട്ടറിലേക്ക്, കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് വരുമ്പോൾ ലൈറ്റ് എന്താ സംഭവിക്കുക, അടുത്തേക്ക് വരും. അപ്പൊ നിങ്ങൾ ആലോചിക്കും ആരടുത്തേക്കാ വരിക, അതാണ് മക്കളെ, ഇതാണ് നമ്മുടെ നോർമൽ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ നോർമലാണ്. നോർമലിന്റെ അടുത്തേക്ക് ലൈറ്റ് ഇങ്ങനെ പോകുന്നതിന് പകരം ലൈറ്റ് എന്ത് ചെയ്യും, ദാ ഇങ്ങനെ നോർമലിന്റെ അടുത്തേക്ക് വരും. ലൈറ്റ് എന്തായാലും ഇങ്ങനെ പോകില്ല അല്ലെ, ഇങ്ങനെ പോകാൻ സാധിക്കൂല. പക്ഷേ ആ ലൈറ്റ് എന്താ സംഭവിക്കുക, നോർമലിന്റെ അടുത്തേക്ക് വരും. ഓക്കെ, അപ്പൊ കൂടിയതിൽ നിന്നും കുറഞ്ഞതിലേക്ക് പോകുമ്പോൾ എന്താണ്, കുറഞ്ഞതിൽ നിന്നും കൂടിയതിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, റെഡി ആണല്ലോ എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു കുഞ്ഞു ചോദ്യം തരികയാണ് കേട്ടോ. നോക്കിക്കോ, എയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്, കുറഞ്ഞതാണ് അല്ലെ, ഡെൻസിറ്റി കുറവ്. അപ്പൊ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്, ഡെഗ്ലാവേ വാ, അത് ആലോചിച്ചാൽ മതി കേട്ടോ. ഓർഡർ അറിയാലോ, ഡെഗ്ലാവേ വാ, നമ്മൾ ആരെങ്കിലും വിളിക്കൂലേ, വാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കൂലേ, അമൃത വാ, അങ്ങനെ ഡെഗ്ലാവേ വാ, പണ്ടത്തെ ഫാഷൻ പേരാണ്, സ്റ്റൈൽ പരിഷ്കാരന്റെ പേരാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഗ്ലാസ് എന്ന് പറയുമ്പോൾ കൂടിയതാണ് അല്ലെ, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയതാണ്. അപ്പോൾ കുറവിൽ നിന്നും കൂടിയതിലേക്ക്, അതായത് പുവർ ടു റിച്ച് അല്ലെ, പുവർ ടു റിച്ച് ആകുമ്പോൾ എല്ലാവരും എന്താ ചെയ്യുക അല്ലെ, നമുക്കറിയാം. അപ്പൊ ലൈറ്റ് ഇങ്ങനെ പോവില്ല, എന്തായാലും ലൈറ്റ് ഇങ്ങനെയാണോ പോവുക, എങ്ങനെയാ പോവാന്നുള്ളത് എന്ത് ചെയ്യണം, നിങ്ങൾ കമന്റ് ചെയ്യുക. ടുവേർഡ്സ് ദ നോർമൽ ആണോ, എവേ ഫ്രം ദ നോർമൽ ആണോ, അതായത് നോർമലിലേക്ക് അടുക്കാണ് നോർമലിൽ നിന്നും അകന്നു പോവാന്നുള്ളത് കമന്റ് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച്. അപ്പൊ ആരും മറക്കണ്ട, താഴെ നിങ്ങൾക്കൊരു കാര്യം ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ. നമ്മുടെ നിഞ്ച ബാച്ചിലെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അവിടെ നിങ്ങൾ കാണുന്നത്. അപ്പൊ നിഞ്ച ബാച്ചിൽ ഓൾറെഡി നമ്മൾ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ എക്സാമിലേക്കൊക്കെ പഠിത്തുകൊണ്ടിരിക്കുകയാണ്. സോ ഇനിയും നിങ്ങൾ നേരം വൈകിപ്പിക്കേണ്ട. ഞാൻ ഓൾറെഡി പറഞ്ഞു, 8ാം ക്ലാസ്സിന്റെ അത്ര സിമ്പിൾ ആണെന്ന് വിചാരിച്ചിട്ട് 9ാം ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കേ വേണ്ട. നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കുറേ ബേസിക്സ് ഒക്കെ നമുക്ക് പൊടി തട്ടി എടുക്കേണ്ടതുണ്ട്. കാരണം അടുത്ത വർഷം നമുക്ക് ബേസിക്സ് ഒന്നും പഠിക്കാൻ ഇനി സമയമില്ല. 10ാം ക്ലാസ്സിലാണ് നമ്മൾ എത്താൻ പോകുന്നത് അല്ലേ. അപ്പൊ പറയാനുള്ള കാര്യം എന്താ, താഴെ കാണുന്ന നമ്പർ കാണുന്നുണ്ടല്ലോ, അതിൽ നിങ്ങൾ വിളിക്കുക, കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് ബാച്ചിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.